അപ്പം വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്ന മാതിരി വെൽക്കം ടു ബാംഗ്ലൂർ, നൈസ് ടു മീറ്റ് യു. അപ്പം നമ്മളെ ബാംഗ്ലൂർക്ക് പോകുകയെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇവിടെ നമ്മുടെ ബസ്സിൽ KSRTC ബസ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം പോയി കാണുക KSRTC ബസ്സിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ ബാംഗ്ലൂരു എങ്ങനെയുണ്ട്, ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കോഴിക്കോട് നിന്ന് നമ്മൾ ബസ്സിലാണെങ്കിൽ 10 മണിക്കൂറും, കാറിലാണെങ്കിൽ 8 മണിക്കൂറും, ബൈക്കിലാണെങ്കിലും ഇതേ പറഞ്ഞ സമയം തന്നെ 8 മണിക്കൂറൊക്കെ പിടിക്കും. എന്തായാലും ഈ പറഞ്ഞ സമയം കൊണ്ട് ബാംഗ്ലൂർ നിങ്ങൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ എത്തിപ്പെടുന്നത് സാറ്റലൈറ്റിലായിരിക്കും. സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നേരെ ഉള്ളിൽ ഒരു ചായ കുടിക്കാനുള്ള ഒരു ചെറിയ സ്പേസൊക്കെ ഉണ്ട്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രണ്ട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും ടിക്കറ്റിന് വേണ്ടിയിട്ട്. അവരോട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ടിക്കറ്റ് തരും, ബസ് ടിക്കറ്റ്. ബാംഗ്ലൂരൊക്കെ പോയവർക്ക് അറിയാം, ബാംഗ്ലൂർ ബസ്സിന് നമ്പറായിരിക്കും ഉണ്ടാവുക. ഇപ്പം 125, 126B, 127C എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് ആ സ്ഥലത്തിൻ്റെ നമ്പർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിൻ്റെ നമ്പറൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഏത് ബസ്സിൻ്റെ നമ്പർ, നമുക്ക് എങ്ങോട്ട് പോകേണ്ട ബസ്സിൻ്റെ നമ്പർ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഗൂഗിൾ വഴി നമുക്ക് കണ്ടുപിടിക്കാം. സോ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പുറത്ത് പോകുന്ന സമയത്ത് മിക്കവാറും തമിഴ്നാട്, ബാംഗ്ലൂർ, കർണാടകയൊക്കെ ബസ്സിൽ നമ്പറാണ് ഉണ്ടാവുക, സ്ഥലത്തിൻ്റെ പേരുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബസ്സിൽ കയറി 2 പേർ ടിക്കറ്റും കൂടി 20 രൂപയേ ഉള്ളൂ. 20 രൂപയ്ക്ക് നമ്മൾ പോകുന്നത് മജസ്റ്റിക് സ്റ്റേഷനിലേക്കാണ്. ഒരു അരമണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. മജസ്റ്റിക് സ്റ്റേഷനാണ് ഈ കാണുന്ന മജസ്റ്റിക് സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്റ്റാൻഡുകളുണ്ട് ഇവിടെ. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ്. മജസ്റ്റിക് സ്റ്റാൻഡിൽ നിന്ന് ഇനി നമുക്ക് പോകേണ്ടത് മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മടിവാള ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ മലയാളികളുടെ ഒരു സദാചാരബോധം കൊണ്ടാവാം എനിക്ക് തോന്നുന്നു. പലപ്പോഴും മടിവാളയിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളികളാണെങ്കിൽ പോലും നമ്മൾ ചിരിച്ചാൽ പോലും തിരിച്ച് മലയാളിയാണെന്ന് അറിയിക്കുന്ന രീതിയിലൊരു ചിരി പോലും മലയാളികൾ തരില്ല. മലയാളികൾക്കറിയാം ബുദ്ധിപൂർവ്വം നിൽക്കാൻ. അതുകൊണ്ട് തന്നെയാണ്. സോ തെറ്റൊന്നും പറയുന്നില്ല. നമ്മളെന്തെങ്കിലും അലമ്പൊക്കെ ഉണ്ടാക്കും എപ്പോഴും. നമ്മുടെ സദാചാരബോധം അങ്ങനെയുള്ളൂ. ബാംഗ്ലൂർ കറങ്ങാനായിട്ട് പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനത്തെ സദാചാരബോധങ്ങളൊക്കെ മാറ്റി വെച്ച് അടിച്ചു പൊളിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോവുക. അങ്ങനത്തെ ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ. അത്രയും അടിച്ചു പൊളിച്ച് തകർക്കാൻ പറ്റിയ ഒരു സിറ്റിയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, നല്ല ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്തായാലും മജസ്റ്റിക്കിൽ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ നമ്മളെ മടിവാളയിലേക്ക്. മടിവാളയിൽ ആ ബസ്സൊക്കെ വരുന്ന സ്ഥലമുണ്ടല്ലോ, വരുന്ന സ്ഥലത്തുനിന്ന് ഒരു 100 മീറ്റർ നമ്മളിതാ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി നടന്നു വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തായിട്ട് ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓയോരോ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം. ബാംഗ്ലൂർ അത്രയും സ്പീഡപ്പായ ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ. എല്ലാ കാര്യത്തിനും നമുക്കൊരു ഫുഡ് വേണമെങ്കിൽ, നമുക്കൊരു വെഹിക്കിൾസ് വണ്ടികൾ ഏതെങ്കിലും വേണമെങ്കിൽ, ബൈക്ക് മുതൽ എല്ലാ സാധനവും റെൻ്റേക്ക് കിട്ടും. അത്രയും സ്പീഡപ്പ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ പറഞ്ഞ ട്രാഫിക് റൂൾസ്, ഈ പറഞ്ഞ ഇവിടെയുള്ള ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. പക്ഷേ ആ ട്രാഫിക് പോലും വളരെ സ്പീഡാണെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം ഇതാണ്, കാർത്തിക ഹോട്ടൽ കാർത്തിക. ഈ ഇവിടെ നോൺ AC എല്ലാ റൂമുകളും ഉണ്ട്. കുഴപ്പമില്ലാത്ത സർവീസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റൂമിനെ കുറിച്ച് അത്ര കോൺഷ്യസ് അല്ലാത്ത ഒരാളായതുകൊണ്ട്, അതായത് ഞാൻ സോളോ റൈഡിനൊക്കെ പോകുന്ന സമയത്ത് വലിയ റൂമുകളോ കാര്യങ്ങളൊന്നും എടുക്കില്ല. പലപ്പോഴും റോഡ് സൈഡും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ 1400 രൂപ പറഞ്ഞ റൂം 2 ദിവസത്തേക്ക് പറഞ്ഞപ്പം 2000 രൂപയായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും ബാംഗ്ലൂർ ഫസ്റ്റ് ഡേ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് അത്യാവശ്യമാണ്. ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് കുറച്ച് സമയം ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഉച്ച ഒരു 3-4 മണി വരെയൊക്കെ ഉറങ്ങിയതിന് ശേഷം ഇതപ്പം ഉണ്ണിയേട്ടൻ ഡോറൊക്കെ അടച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് എവിടെ പോകണം എന്നുള്ളതാണ്. അതായത് കുറച്ച് സമയമുള്ളൂ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ. നമ്മളെത്തി ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ എത്തിയതിന് ശേഷം അന്ന് ഈവനിങ് നമുക്ക് മിസ് ചെയ്യാതെ പോകേണ്ട ഒരു സ്ഥലമാണ് ചർച്ച് സ്ട്രീറ്റ്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. എന്തായാലും മടിവാള സിറ്റിയിൽ നിന്ന് നേരത്തെ കാണിച്ചിരുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിൻ്റെ കുറച്ച് മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച് സ്ട്രീറ്റിലേക്കുള്ള ബസ് കിട്ടും. ബസ് നമ്പർ എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം ഓർമ്മയില്ല, എന്നാലും നേരത്തെ പറഞ്ഞാൽ ഗൂഗിൾ ചെയ്യാം.
എനിക്ക് തോന്നുന്നു 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരിക ഒരാൾക്ക് കേട്ടോ. അപ്പോൾ 240 രൂപ. ബ്രിഗേഡ് റോഡിലേക്ക് ടിക്കറ്റ് എടുക്കാം. ബ്രിഗേഡ് റോഡാണ് ഈ ചർച്ച് സ്ട്രീറ്റ് ഇരിക്കുന്നത്. സോ ഇതൊരു പോഷ് സിറ്റിയാണ്. പോഷ് സിറ്റി നമ്മളെ എന്താ പറയുക, ഒരു സ്ട്രീറ്റാണ് മിഠായി തെരുവൊക്കെ പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടി പോഷായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പണക്കാർ വന്ന് പണം പിടിക്കുന്ന സ്ഥലം അങ്ങനെ പറയാം. അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള. എനിക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഒരു യൂറോപ്യൻ രാജ്യത്ത് എവിടെയോ പോയ മാതിരി ഒരു ഫീല് എനിക്കുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്പേസ്, അത്ര തിരക്ക്, എന്നാൽ അത്ര തന്നെ അച്ചടക്കം എല്ലാം ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ഉണ്ട് ഭയങ്കര തിരക്കാണെങ്കിലും വൃത്തി ഉണ്ടാവില്ല, ഒരു അച്ചടക്കം ഉണ്ടാവില്ല, അങ്ങനെ പോകുന്ന സംഭവം. പക്ഷേ ഇവിടെ ഭയങ്കര വൃത്തിയാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു കൾച്ചർ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിനോട് കൂടിയുള്ള ആൾക്കാർ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ടുള്ള വായ്നോട്ടത്തിന് പറ്റിയ സ്പേസാണ്. വായ്നോട്ടമാണ് ഇവിടെ കൂടുതലും പറ്റുക. അല്ലെങ്കിൽ നമ്മൾ വന്ന് പർച്ചേസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ മാത്രമുള്ള കാശൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വായ്നോട്ടം നടക്കും. അതാണ് അതും പെണ്ണായിരുന്നു. നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറി നിൽക്കുമ്പം, അതിപ്പോൾ ടൂറിന് പോയിട്ടാണെങ്കിലും അല്ലാതെ ജോലീൻ്റെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഒന്ന് വീട്ടിലേക്ക് തന്നെ പോയാലോ എന്ന്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വീട്ടിലേക്ക് ഒന്ന് പോകേണ്ട, ഇവിടെ തന്നെ വന്നാൽ മതി എന്നാണ്. കാരണം അത്രത്തോളം എന്താ പറയുക, അത്രത്തോളം ആളുകൾ, അതും പല രീതിയിലുള്ള ആളുകൾ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, വായ്നോട്ടം തന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വായ നോക്കി കുതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണും, നല്ല രസമുള്ള ഒരുപാട് ഈ സ്ട്രീറ്റ് കാഴ്ചകളൊക്കെ കാണും. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഈ ലൈക്ക്, ഷെയർ, ഈ കമൻറ്റ് ചെയ്യുന്നൊന്നും പറയാത്തത് എന്താ പറയുക, നിങ്ങളത് ചെയ്യുന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. സോ നിങ്ങളതൊക്കെ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു വളർന്നു വരുന്ന യൂട്യൂബറാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കും കൂടി വേണം. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കേട്ടപ്പം ഒരുപാട് ആൾക്കാർ വിളിച്ചു, നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. നല്ല രീതിയിൽ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ ഒന്നിലും പെർഫെക്ഷൻ ഇല്ലയെന്ന് വെച്ചിട്ട് എല്ലാം മാറ്റി വെച്ചും കൊണ്ടുവന്നതാണ്. ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടും കുറേ കാലമായി. അപ്പം ഇതിൽ പെർഫെക്ഷൻ ഇല്ല, ഇനിയും വേണം, നല്ല പെർഫെക്ഷൻ വേണം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കുറേ കാലമായി. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതിന് ബെറ്ററായിട്ട് എനിക്കിപ്പം തോന്നുന്നത് വെച്ചാൽ ഉള്ളത് വെച്ച് ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടുന്ന അഭിപ്രായത്തിന്, ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മളതിനെ മാറ്റി നല്ലതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. മാക്സിമം എനിക്ക് വേണ്ടി ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വർക്കുകൾ ഞാൻ കൊണ്ടുവരും. ഇനി പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ 2 വർക്ക് കണ്ടിട്ട്, നമ്മുടെ 2 വീഡിയോ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബറായ ഒരു ശ്രീജിത്ത് മുത്തുകേട്ടൻ, കോഴിക്കോട് മുക്കത്തുള്ള ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു ബോംബെയിലേക്ക് ഒരു ട്രിപ്പ് മൂപ്പരപ്പരം എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് 10-12 ദിവസം. അത് കേട്ടപ്പം എൻ്റെ ചങ്കങ്ങ് തകർന്നു. കാരണം ഞാൻ എങ്ങനെയാണ് അടുത്ത ട്രിപ്പ് അടിക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ആൾ സ്പോൺസർ ചെയ്തപ്പം വളരെ സന്തോഷം. അതുകൂടാണ്ട് അത് കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ചേട്ടൻ എന്നെ ട്രിച്ചിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ട്രിച്ചി യാത്ര. അപ്പം ആദ്യം ട്രിച്ചി യാത്രയ്ക്ക് നമ്മൾ പോവാം. അപ്പം ട്രിച്ചി യാത്ര കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൂടി ബെനിഫിറ്റുള്ള ഒരു കാര്യം കൂടി നമ്മളെ യൂട്യൂബ് ചാനലിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വഴിയെ ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. അതിൻ്റെ പ്ലാൻ കറക്റ്റായി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ മുതൽ ഞാനത് പറയുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല, ഗുണങ്ങളേ ഉണ്ടാവുക എന്നുള്ള മട്ടിൽ ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഉള്ളൂ തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കണ്ടു നോക്കൂ, അടിപൊളിയാണ്. ഈ മനുഷ്യൻ കുറേ സമയം ഇവിടെ കിടന്ന് പാവം ഡാൻസ് കളിക്കുന്നു. ജീവിക്കാനുള്ള ഓരോ തന്ത്രപ്പാടുകൾ എന്തായാലും എൻ്റർടൈനിങ് ആണ്. നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പലരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നൊരു കാര്യം എന്താ പറയുക, ഞാൻ പണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് പണ്ട് മിഠായി തെരുവെന്ന്, നമ്മളെ കോഴിക്കോട് മിഠായി തെരുവെന്ന് ഒരു ചെറിയ റേഡിയോ വാങ്ങി തന്നു. അതായത് ഒരു ആൻറ്റിനിയൊക്കെ ഉള്ള എനിക്കും എൻ്റെ ചേച്ചിക്കും വാങ്ങി തന്നു. രണ്ട് റേഡിയോ വാങ്ങി കൊടുത്തു.
അപ്പം ഞാൻ എന്നും ഈ റേഡിയോ കേൾക്കുമ്പോൾ അതിലുണ്ടാവും എന്താ, ഡെയിലി കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റേഡിയോ മാംഗോ 91.5 റെഡ് എഫ് എം കാർപ്പറ്റിൽ ഇത് ഞാൻ സജ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ ഒരു ഫേസ് ഇല്ലാത്ത മനുഷ്യനെ നമ്മൾ കേട്ടിരിക്കാം. നമ്മളെ ഇമാജിനറിയിൽ അയാൾക്കൊരു ഫേസൊക്കെ വെച്ചിട്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. ഭയങ്കര രസമായിരുന്നു അന്നത്തെ ആ ടൈമിൽ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും അന്ന് മുതൽ ഒരു റേഡിയോ ജോക്കി ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് നടന്നില്ല. എൻ്റെ സാഹചര്യങ്ങളൊക്കെ വേറെ വഴിക്ക് പോയി, ഞാൻ വേറെ വഴിക്ക് പോയി. ഇപ്പം ഞാനിതാ ഒരു ട്രാവൽ റേഡിയോ തുടങ്ങിയിരിക്കുന്നു. ഇത് കേട്ടിരിക്കാൻ നിങ്ങളുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സോ ഞാൻ അന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് റേഡിയോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഒരുപാട് സമയം സംസാരിക്കുക എന്നുള്ളത്. ഇങ്ങനെ റേഡിയോ മാംഗോ 91.9 റെഡ് എഫ് എം കാർപ്പറ്റ്, ദിസ് ഇസ് മീ കുട്ടൻ എന്നൊക്കെ പറയാൻ. അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു ചാനലുണ്ടാക്കി വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പറയാൻ പോവുകയാണ്, ഇസ് മീ കുട്ടൻ, ദിസ് ഇസ് ട്രാവൽ റേഡിയോ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് നടക്കപ്പെടും എന്നുള്ളത് ഞാൻ ഇന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ ഈ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ ഞാൻ എഴുതി വെച്ച, എൻ്റെ ചുമരുകളിൽ ഞാൻ എഴുതി വെച്ച, എൻ്റെ മനസ്സിൽ ഞാൻ എഴുതി വെച്ച ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ ഞാനിപ്പോൾ നടത്തിക്കൊണ്ട്. സോ അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. അതിനുപരി ദൈവത്തിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ അത്രയും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പല കാര്യത്തിനും വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ അള്ളി പിടിച്ച് നിൽക്കുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ മാതിരി ഇനിയിപ്പം റേഡിയോ മാംഗോയിൽ അന്ന് ഞാൻ കേട്ട കുറച്ച് ശബ്ദങ്ങളുണ്ട്, അവരൊക്കെ എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്. ലിഷ്ണ, രഘു, പിന്നെ ഇസ്മി, സജു, ഇവരൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ട്. ഇന്ന് അവരൊന്നും അല്ല, പുതിയ ആളുകളാണ്, പക്ഷേ എന്നാലും ഇവരെയൊക്കെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ അതൊക്കെ നടക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മുടെ ചർച്ച് സ്ട്രീറ്റിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടങ്ങൾ, അതായത് റോഡ് സൈഡ് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അവിടെ നേരത്തെ ഇതുമാതിരി കച്ചവടം ചെയ്യുന്ന ഒരാൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോഴേ പാനിപൂരി വിൽക്കുന്നൊരു ചേട്ടനുണ്ട്. വിൽക്കുന്ന ചേട്ടൻ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയും ഞാൻ MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, എനിക്കതൊരു ഷെയ്മിങ് ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിലല്ല, ആൾ ആ ജോലി ചെയ്യാൻ കാണിക്കുന്ന മനസ്സിലാണ്. അപ്പം ഈ ചേട്ടനല്ല കേട്ടോ, വേറൊരാളുടെ അവിടെ ബാക്കിൽ. എന്തായാലും അതേമാതിരി ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രശ്നങ്ങളും തരണം ചെയ്ത് പല മനുഷ്യന്മാരും പല കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് ഓരോ കാര്യങ്ങളും ചെയ്യാനും സക്സസ്ഫുള്ളായ ഒരു ലൈഫ് ഉണ്ടാക്കാനും സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് കിടക്കാനും ഒക്കെ നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ഞാൻ എപ്പോഴും ആശംസിക്കുന്നു. സോ ഇതുമാതിരി ഒരുപാട് സമയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും കുറേ സമയം സംസാരിക്കുമ്പം നമുക്ക് വേർഡ്സ് കിട്ടാണ്ടാവും. പക്ഷേ എനിക്കിപ്പം വേർഡ്സ് ഒന്നും കിട്ടാതെ വരുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എന്തായാലും ഈ സ്ട്രീറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. ബാംഗ്ലൂർ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഈ സ്ട്രീറ്റ് കാണണം, എന്തായാലും വരണം. വന്നവർക്ക് അറിയാം ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ. ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പം വീക്കെൻഡ് കാര്യങ്ങളായതുകൊണ്ട് ഞാൻ എത്തിയ സമയം കുറച്ച് മോശമായതുകൊണ്ടും അവരൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, നമ്മളൊരു ഫ്രീഡത്തിൽ, നമ്മളതായ ഒരു ഫ്രീഡത്തിൽ നമുക്ക് നടക്കാൻ പറ്റുന്നു. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയയിലേക്ക് ഞാൻ ഇപ്പം കടന്നതാണ്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം പുസ്തകങ്ങൾ വാങ്ങി ഒരു 500 ബുക്സ് എങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് തീർന്നു. ഈ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഒരു ഹോബി. ഇപ്പം ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും സുജിത്തേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ഒരു പുസ്തകമാണ്. ഞാൻ ഭയങ്കര സന്തോഷം അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയതിന്. പല ആൾക്കാരും എനിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഒന്നെങ്കിൽ പെന്ന് തരും അല്ലെങ്കിൽ പുസ്തകം തരും. അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ സ്ട്രീറ്റിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഫോട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പം ഒരു മലയാളി കഫേ കണ്ടു. അവിടുന്ന് നമ്മൾ ചെറിയൊരു ജ്യൂസും ചെറിയൊരു ബർഗറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എന്തായാലും നമ്മളെ ചർച്ച് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ മെട്രോ ഉണ്ട്. മെട്രോയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല.
ഇവിടെ വരുന്നവരെ കയറിയിട്ടില്ല, പക്ഷേ ഈ എപ്പിസോഡിൽ ഞാൻ കയറും. നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെ തന്നെ എത്തി. കുറേ പശുക്കൂട്ടങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട് മെല്ലെ സൈഡായി നിന്നതാണ്. അപ്പം മരം കണ്ട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ചിലപ്പോൾ ശവമായി പോകേണ്ടി വരും. എന്തായാലും ബാംഗ്ലൂർ സിറ്റിയുടെ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ്. നാളെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പം എന്നെ കേട്ടിരുന്നതിനും ഈ വീഡിയോ കണ്ടിരുന്നതിനും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ അപ്പം എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. മുന്നോട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.